ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനും കാക്കിയും മാത്രം മലപ്പുറം വരെ പോവാണേ. ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് യാത്ര. അപ്പോൾ വായിൽ എന്ത് വെക്കട്ടെ വെച്ചിട്ട് 5 രൂപക്ക് ജെംസ് വാങ്ങിയതാണേ. 5 രൂപേൻ്റെ ജെംസിൽ 5 മാത്രമുള്ള ജെംസ്. എന്തൊരു കഷ്ടമാണല്ലേ, പണ്ടത്തെ തോനെ കിട്ടുന്നതാണ്. അതൊക്കെ തിന്ന് യാത്രയുടെ പകുതിയായപ്പോൾ പിന്നെ വേഫേഴ്സ് വഴങ്ങി. ഒരു നബാട്ടി കഥ മുന്നേയുള്ള ഷോർട്സിലിട്ടിട്ടുണ്ട്, കണ്ടു നോക്കണേ. ഇതൊക്കെ വാങ്ങിയെന്താ വെച്ചാൽ ചുമ്മാ ഗ്യാസ് കയറേണ്ട എന്തെങ്കിലും നുള്ളിയും പെറുക്കി തിന്നിട്ട് പോകാതെ കഴിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നബാട്ടിയൊക്കെ തിന്ന് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലഞ്ച് ഓൾറെഡി സ്കിപ്പാണല്ലോ. വൈകുന്നേരം അപ്പോൾ തിരിച്ച് റിട്ടേൺ പോവാണേ. മൂപ്പരെ കണ്ണിൽ കണ്ടോ? എൻ്റെതാ. മൂപ്പര് കൊണ്ടുവന്നിട്ടില്ല. ഒക്കെ നമ്മൾ ഓർക്കണം. നമ്മൾ ഓർത്തില്ലെങ്കിൽ നമ്മൾ അടിച്ചു മാറ്റി കൊണ്ടുപോകും ഷെയ്ഡ്സൊക്കെ. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുമ്പോഴാണെങ്കിലോ നല്ല ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കാൻ നോക്കിയിട്ട് നല്ലതൊന്നും കാണുന്നില്ല. അപ്പോൾ തിരിച്ച് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് വെച്ച് പിടിച്ച് സ്വന്തം നാട്ടിലെത്തിരുന്നേ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത്രയും വിശന്ന് വന്നില്ലേ. പക്ഷേ കോഴിക്കോട്ടേക്ക് വെച്ച് പിടിച്ച് എത്തിയത് മലപ്പുറത്തേതോ ഹാർബറിലാണ്. കാലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതൊരു ഹരമല്ല. പോയി എത്തിയത് ഹാർബറിൽ. എത്തി സ്ഥിതിക്ക് നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് തരാൻ വെച്ചിട്ട് ഒന്ന് നിർത്തി അവിടെ നിന്ന് തന്നെ കാറിനിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ രാമനാട്ടുകരയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കാലിക്കറ്റ് കഫ്റ്റീരിയയിലാണ് കയറിയത്. ഇക്കാക്ക പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ കാലിക്കറ്റ് കഫ്റ്റീരിയ ഫസ്റ്റ് ഇവിടെ ആട്ടോ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ നാട്ടിൽ അതൊക്കെ ഭയങ്കര ഹിറ്റായൊരു കഫ്റ്റീരിയ അത്. അപ്പോൾ സ്റ്റാർട്ടിങ് അവരുടെ തുടക്കം ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് കയറാൻ വിചാരിച്ചേ. മന്തി റൈസാണ് വാങ്ങിയത്. നേരം വൈകിയതല്ലേ, അപ്പോൾ എനിക്ക് റൈസ് ഐറ്റംസ് എല്ലാം വേറെ എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. നല്ലപോലെ വിഷമം ചെയ്തിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഹാഫ് മസാല ഷവായും മന്തി വാങ്ങി കഴിച്ച് തൽക്കാലം ഒന്ന് വിശപ്പടുക്കി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നൈസ് പത്തിരി കഴിച്ചതാണേ. അതൊക്കെ പോയി കത്തി കുടൽ കരിഞ്ഞത് എത്തിയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം NH തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എൻ്റെ വീട്ടിലോട്ടാണ് ആദ്യം പോകുന്നത്. മക്കളെ ഞാൻ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. മോക്ക് സ്കൂൾ ലീവായിരുന്നു ഇന്ന്. അപ്പോൾ അവരെ പോയി കാണാനായിട്ട് എനിക്ക് എന്തൊരു അസ്വസ്ഥത. ഈവനിങ് ആയല്ലോ. അവരെ കൂടാതെ തല്ലും പിടിയും കൂടാതെ മോൻ്റെ 2 കടിയും കിട്ടായിട്ട് എനിക്കെന്തൊരു സ്വസ്ഥതക്കേട് പോലെ. അവിടെ പോയപ്പോഴാണെങ്കിലോ അവർ അടുത്ത വീട്ടിൽ കളിക്കാൻ പോയതാണ്. മോനെ ദൂരെ നിന്ന് കണ്ടിട്ടോ എന്നെ കണ്ടുപിടിച്ച്. മോളെ ആണെങ്കിൽ പൊരിഞ്ഞ കളി. മോളെ കോലം കണ്ടിട്ട് ഞാനൊന്ന് ഞെട്ടി. പണ്ട് ഞാൻ കളിച്ച എല്ലാ കോപ്രായ കളികളും എൻ്റെ മോക്കുണ്ട് കേട്ടോ. അവരെ വളരട്ടെ എന്നല്ലേ. അടിച്ച് കുട്ടി TV-ൻ്റെ മുന്നിൽ തന്നെ ഇരുന്നാൽ പോരല്ലോ. ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കറക്കവും ആവാം. അപ്പോൾ ശരി കേട്ടോ. ബൈ, സീ യു.